വിവരങ്ങളുമായി അഞ്ജന സുകുമാരൻ തുടരുന്നുണ്ട്. അഞ്ജന, ഇത് ഞായറാഴ്ചയാണ്, സ്വാഭാവികമായിട്ടും എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന സമയമാണ്. കോഴിക്കോടേക്കൊക്കെ കൂടുതൽ ആളുകൾ ടൗണിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. അന്നേ ദിവസം ഇങ്ങനെ ഒരു ചലഞ്ച് വയ്ക്കുമ്പോൾ ഇത്രയും ആളുകളെ പ്രതീക്ഷിക്കണം. അതായത് കോഴിക്കോട് നമുക്കറിയാം, SM സ്ട്രീറ്റിൽ ഉൾപ്പെടെ ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാകുന്ന ഒരു നഗരമാണ്. അങ്ങനെയാണ് അവിടുത്തെ ഒരു കച്ചവട രീതി, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്ന ഒരു സംസ്കാരം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്ത, ഞാൻ ഇതുവരെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവർ കണ്ണൂർ ചെയ്തിട്ടുണ്ട്, മഞ്ചേരി ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഇതും ചെയ്തത്. പക്ഷെ അവിടെയും ഈ സംഘർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് അഞ്ജന നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം എങ്ങനെയാണ്? ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? മറ്റു നടപടികളിലേക്ക് കടക്കുമോ? ഇപ്പോൾ സംഘർഷമൊക്കെ ഉണ്ടാകുന്നു, എല്ലാ കുട്ടികളും അവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോടിന്റെ സംസ്കാരം അത്തരത്തിലുള്ളതാണ്. അതായത് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അവിടേക്ക് ഒരുപാട് ആളുകൾ കടന്നു കയറുന്ന ഒരു രീതി അത് കോഴിക്കോടിന്റെ സംസ്കാരം തന്നെയാണ്. കാരണം ഇവിടുത്തെ ആളുകൾക്ക് എല്ലാത്തിനും ഒരു കൗതുകം കൂടുതലുള്ള ആളുകളാണ്. അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ വലിയ ജനാവലി ഉണ്ടാവുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ തന്നെയാണ് ഇതിന്റെ ഉടമകൾ ഇത്തരത്തിലൊരു ചലഞ്ച് മുന്നോട്ട് വയ്ക്കുന്നതും. ഇത് നേരത്തെ തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമായിരുന്നു ട്രെൻഡ് ഫാക്ടറി എന്നുള്ളത്. അപ്പോൾ അവിടേക്ക് ഈ റമദാനും ഒക്കെ ആയിട്ട് പ്രമാണിച്ച് ഒരു പ്രത്യേക ഓഫർ വെച്ചിട്ടുള്ളതായിരുന്നു. ഇവരെ ഈ 1 രൂപയുടെ നോട്ട് നമ്മുടെ നാട്ടിൽ ഇത്ര സുലഭമായി ഉണ്ട് എന്നുള്ള കാര്യം ഇവിടുത്തെ ഇതിന്റെ ഉടമകൾക്ക് അറിയുമായിരുന്നില്ല എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം 1 രൂപ നോട്ട് അത് ഇപ്പോൾ ഏതാണ്ട് ഒരു 10,000-കണക്കിന് ആളുകളോടുമൊക്കെ അല്ലെങ്കിൽ ഒരു 1000-കണക്കിന് ആളുകളുമൊക്കെ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവും. അതിൽ 98% അത് കുട്ടികളാണ് എന്നുള്ളതാണ്. കാരണം 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഒരുപാട് പേര് ഇങ്ങോട്ട് എത്തിയത്. നാളെ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കാസർഗോഡ് നിന്ന് ഉൾപ്പെടെ രാവിലെ വെളുപ്പിന് പുലർച്ചയ്ക്ക് ഒരു 2 മണിയോടെ തന്നെ കുട്ടികൾ ഇവിടേക്ക് എത്തുന്നു. അവർ വരി നിൽക്കുന്നു. 1 രൂപയുമായി 1 രൂപയുടെ നോട്ട് അത് എവിടെന്നൊക്കെയോ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ബ്രാൻഡഡ് ഷൂ എന്നുള്ളതാണ് ഈ കടക്കാർ പറയുന്നത്. 2,500 രൂപ മുതൽ വില വരുന്ന ബ്രാൻഡഡ് ഷൂ ആദ്യം എത്തുന്ന 100 പേർക്ക് ടോക്കൺ നൽകി അത് കൊടുക്കുമെന്നുള്ളതായിരുന്നു ഇതിന്റെ ഉടമകൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകളെ അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ആളുകളാണ്. നമുക്ക് പ്രതികരണങ്ങളിലേക്കൊക്കെ പോയാലോ? തീർച്ചയായും അക്ഷത, അത് കുട്ടികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 98% കുട്ടികളായിരുന്നു എങ്കിൽ അതിനപ്പുറത്തേക്ക് മുതിർന്ന ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ചേട്ടനൊക്കെ 1 രൂപ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളതാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട്. ഇത്തരത്തിൽ നോട്ട് സംഘടിപ്പിച്ച് ഷൂ വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുള്ളതാണ്. ചേട്ടൻ എവിടെ വരുന്നത്? ഞാൻ പുതിയങ്ങാടിന്നാ വരുന്നത്. ഞാനൊക്കെ അത്ര നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. 10 മണിക്ക് ശരിക്കും കാണുന്നുണ്ട്. കാണണോ? നമ്മളും കണ്ടു. റീലിൽ 10 മണിയെന്നാണ് അവർ പറയുന്നത്. അവർ നേരത്തെ ഇവിടെ എത്തിയപ്പോൾ പറയുന്നത് എടുത്തു പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയുള്ള പരിപാടിയല്ലോ. ഇവർക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നറുക്കിട്ട് എടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. ഇതൊന്നല്ല, എത്ര ആളുകൾ ഓരോ ദൂരത്തുനിന്ന് വരുന്നല്ലോ. നമ്മളതല്ല, ബീച്ചിലൊക്കെ വന്ന് കിടന്നുറങ്ങിയ ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. കാസർഗോഡ് നിന്നോ കുറെ പിള്ളേരല്ലോ ലൈവായിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തും വന്നിട്ട് ബീച്ചിലൊക്കെ കിടന്നുറങ്ങി. നേരത്തെ ഇവിടെ എത്തിയ ക്യൂവിൽ നിന്ന് ആൾക്കാർക്ക് 100 ടിക്കറ്റ് ഇവർ കൊടുത്തു, പക്ഷേ ഷൂ ഒന്നും കൊടുത്തില്ല. 10 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 10 മണിയല്ലേ പ്രതീക്ഷിക്കുക. ആ 10 മണി വരെയെങ്കിലും കാത്തിക്കണ്ടേ? അതൊരു ന്യായമില്ലല്ലോ. പിന്നെ അവർ നേരത്തെ എടുത്തു പോയി എന്ന് അറിയാൽ അത് ശരിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്താ കളി എന്നുള്ളതാണ് അത് ഓപ്പൺ ആയിട്ട് പറയണം. ഇതിപ്പം സൺഡേ ആയതുകൊണ്ട് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി കടക്കാരെ നടത്തിയ ഒരു തന്ത്രമായിരിക്കും. അങ്ങനെ എന്തോ ഒരു കളിയാണ്. അല്ലാണ്ട് എന്താ ശരിയായ രീതിയിലല്ല നടന്നത്. ശരിയായ രീതിയിലല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് ന്യായത്തിനെതിരാണ്. ഇത് കൂട്ടിയിടാണോ ശരി? ഇതിപ്പോ സൺഡേ ആയിട്ട് വീട്ടിലിരിക്കേണ്ട ഒരു ദിവസമായിരുന്നു. അതിപ്പോ ഇവിടെ അവിടുന്ന് സംഘടിപ്പിച്ച് വരുന്നത്, ഇത്രയും പൈസ ഇതാക്കിയിട്ട് വരുന്നത്. അപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോയിൻസ് എല്ലാവർക്കും കിട്ടും, നോട്ട് എല്ലാവർക്കും കിട്ടുമല്ലോ. ഒക്കെ സംഘടിപ്പിച്ചിട്ട് വരുന്നത്. അപ്പം പിള്ളേരായിട്ട് വരാത്ത നന്നായതായിരിക്കും. അത് തീർച്ചയായിട്ടും തെറ്റാണിത്, പാടില്ല. ചേട്ടൻ രാവിലെ വന്ന് ഇതുപോലെ ക്യൂ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. സംഘർഷം പോലീസ് നീക്കുന്നതാ കാണുന്നത്. അപ്പോൾ നമ്മളെ 10 മണി എന്നുള്ള വീഡിയോസ് ഞാൻ എന്തുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണിക്കാൻ വേണ്ടി വന്നാണ്. അപ്പോൾ അത് പാടില്ല, തെറ്റാണ് ശരിക്കും. എന്തായാലും ഇതിനൊരു നടപടി വരണോ, മാറ്റി വെക്കണം. ഇവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. രാവിലെ തന്നെ ക്യൂ നിൽക്കുമായിരുന്നു. 10 മണിക്കാണല്ലോ പറഞ്ഞത്. അപ്പം 10 മണിക്ക് തന്നെ എത്തി. 1 രൂപ സംഘടിപ്പിച്ചു. ഓ ഇതാ കയ്യിലുണ്ട്. ഇത് എവിടെ കിട്ടി? ഇത് കിട്ടാനാ പാടിപ്പോ. അതെ, പാടില്ല എന്നുള്ളത് പക്ഷെ കടക്കാർ ഒരുപക്ഷെ ഓർത്ത് കാണില്ല. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ളത് അത് എന്തായാലും ഉണ്ടാവും അവർക്ക് അറിയാം. അപ്പൊ അവരെ ആൾക്കാർക്ക് തന്നെയാണ് ഈ 1 രൂപന്റെ എന്താ പറയാ ടോക്കൺ കൊടുത്തിട്ട് അവര് വിട്ടത്. അതുകൊണ്ടാണല്ലോ ഒരു കുട്ടി ഇപ്പം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് അവനിക്ക് 5:30 മണിക്ക് കിട്ടിക്കുന്നതെന്ന്. അവന് വാദിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അവരെ കുടുംബമാണ് അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ കാത്തിരിപ്പ് വെറുതെ ആയിരുന്നു. ഇപ്പൊ കട അടച്ചതായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അടച്ച് തന്നെ താൽക്കാലികമാണ് അവർ കൊടുത്തത്. കാരണം അവർ ടൈം കൊടുത്തിട്ടില്ല. ഇപ്പൊ നമ്മളൊക്കെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ടോക്കൺ കൊടുത്ത ആൾക്കാർക്ക് അവർ കൊടുക്കുന്ന ഉറപ്പാണ്. ഇല്ല, പക്ഷേ അതിന്റെ ഉടമകളെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു അറിയിപ്പ് ഉണ്ടാവുന്നവർ ഇനി എന്തായാലും തുറക്കാൻ പോകുന്നില്ല. ഇല്ലല്ലേ? അത് വലിയ ഉപകാരം. പെരുന്നാൾ കഴിയുന്നവരെ തുറക്കരുതെന്നാ പറയുന്നത്. ഇതിപ്പോ ആൾക്കാർ ഇത്തരത്തില് കബളിപ്പിക്കുന്ന രീതിയിലേക്ക് കടക്കാർ കടക്കുകയായിരുന്നു. 200 ആളാണ് ഓരോ ആദ്യം പറഞ്ഞത്. 100 ആൾക്ക് സൂവിൻ്റെ 100 ആൾക്ക് വാറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പിന്നെ അതിൽ ആൾ കൂടിയതുകൊണ്ട് എന്താക്കി
പ്രശ്നങ്ങളായി. അപ്പോൾ ആ 100 ആൾക്കുള്ള മാത്രം 200 ആൾക്കുള്ള ടോക്കൺ മാലിയോട് കൊടുത്താലോ. അപ്പോൾ കൊടുത്തവർ ഇവിടെ ഉണ്ട്, അത് രണ്ടാമത് വാങ്ങാനുള്ള ഒരു കാത്ത് നിൽക്കുകയാണല്ലോ. അത് ഒരു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് ശരിയാണ്, 200 ആൾക്കേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പുലർച്ചെ 2 മണിക്ക് മുതൽക്ക് തന്നെ കുട്ടികളൊക്കെ ക്യൂ നിൽക്കുമായിരുന്നു. അതെ, അത് ഒരു ചെയ്തത് ശരിയല്ല. 10 മണിക്ക് എന്ന് പറയുമ്പോൾ 10 മണിക്ക് ഇത് തുറന്നിട്ട് ഒരു 200 ആൾക്കുള്ളും ടോക്കൺ കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് പിരിഞ്ഞു പോവാം. 200 ആൾക്കേ കൊടുക്കുള്ളൂ. എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങൾ പക്ഷെ ആരും പിരിഞ്ഞു പോകാൻ ആ സമയത്ത് തയ്യാറായിരുന്നില്ല. എല്ലാവരും ഇനി കിട്ടുമോ എന്ന് വിചാരിച്ച് ഇവിടെ തന്നെ തുടരുകയായിരുന്നു. മാത്രമല്ല ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് ജില്ലകളിൽ നിന്നുൾപ്പെടെ കുറേ കുട്ടികൾ ഇങ്ങോട്ടേക്ക് എത്തി. അതെ, ഇത് എല്ലാ പിള്ളേർക്കും ഇതിന് ആവശ്യപ്പെട്ട് വന്നതാണ്. പക്ഷേ എല്ലാവർക്കും ഇത് കിട്ടും വിചാരിച്ചുകൊണ്ടാണ് അവർ നിന്നത്. പക്ഷെ അവർക്ക് ഇതൊന്നും കിട്ടാൻ അംഗീകരിക്കില്ല. 200 ആൾക്കേ മാത്രമേ അവർ കൊടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇതിപ്പോ ഏതായാലും നോട്ട് കൊടുത്ത് ടോക്കൺ കിട്ടിയ ഒരു ശരി ശരി അഞ്ജന. ടോക്കൺ